അപ്പോൾ പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പറഞ്ഞ സ്ഥലത്ത്, കോങ്ങാട് പറഞ്ഞ അത് പഞ്ചായത്ത് കോങ്ങാടാണ്, കോങ്ങാട് പഞ്ചായത്തിൽ നിഹാലിൻ്റെ ബാപ്പിയാണ് ഇവിടെ ഇരിക്കുന്നത്, നിഹാലിൻ്റെ ഉമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം നിഹാൽ നേരത്തെ ഓട്ടിസമുള്ള കുട്ടിയാണ്. 5 വയസ്സിന് ശേഷമാണ് അവൻ സംസാരം തുടങ്ങിയിരിക്കുന്നത്. അതുവരെ സംസാരിച്ചിട്ടില്ല. സംസാരം തന്നെ ഉമ്മാൻ്റെ ഒരുപാട് ട്രെയിനിങ് കൊണ്ടും ഉമ്മയും ബാപ്പാൻ്റെയും ഒരുപാട് കഷ്ടപ്പാട് കൊണ്ടാണ് അവൻ ഈ ട്രെയിനിങ്ങിലൂടെ സംസാരം തുടങ്ങിയത്. അവൻ സാധാരണ സ്കൂളിലാണ് പഠിച്ച് ഇപ്പോൾ വിക്ടോറിയ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, വണ്ടി സ്കൂട്ടർ എല്ലാം ഓട്ടും. അവൻ്റെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട് ഈ ലെവലിലേക്ക് അവനെ കൊണ്ടുവരാൻ സാധിച്ച വാപ്പാൻ്റെ അടുത്തും ഉമ്മാൻ്റെ അടുത്തും നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം നിഹാലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാമെന്ന്. നിഹാല് ജന്മന ഓട്ടിസുള്ള ഒരു കുട്ടിയായിരുന്നു. അത് നമുക്കത് മനസ്സിലായത് പിന്നെ 4 വയസ്സിന് ശേഷമാണ് എനിക്ക് ഓട്ടിസം എന്നുള്ളൊരു സംഭവം. ഓട്ടിസം ഒരു പ്രത്യേക അവസ്ഥയാണ്, അങ്ങനെ അവസ്ഥയിലുള്ള കുട്ടിയാണെന്നുള്ളത് ഡോക്ടർമാർ വിധി എഴുതിയത്. പിന്നെ ഈ 4 വയസ്സ് 5 വയസ്സ് വരെ നമ്മൾ സംസാരിക്കൂല. അങ്ങനെ ട്രെയിനിങ്ങിലൂടെയാണ് ഇവൻ നമ്മൾ സംസാരിപ്പിച്ചെടുത്തത്. അതിന് ഒരുപാട് പ്രയത്നം നമ്മൾ ത്യാഗങ്ങൾ ചെയ്യാനുള്ള ഉണ്ടായിട്ടുണ്ട്. സംസാരിപ്പിക്കാനും അതിനൊരുപാട് പെട്ടെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ഒരു കുട്ടിനെ മാറ്റിയെടുക്കാനൊന്നും പെട്ടെന്ന് നടക്കാത്ത കാര്യമാണ്. നമ്മൾ കറക്റ്റായിട്ട് ട്രെയിനിങ് കൊണ്ടുവരണം. അപ്പോൾ ചിലപ്പോൾ രാത്രി ആയിരിക്കും, ചിലപ്പോൾ രാത്രി 12 മണിക്കായിരിക്കും, 10 മണിക്കായിരിക്കും. അവരിനെ കൊണ്ടുവരുന്ന രീതികളും കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടം പിടിച്ച കാര്യങ്ങളായിരിക്കും. ഹൈപ്പർ ആയിരിക്കും ഇവർ. ഏത് തലത്തിൽ പോയാലും നമുക്ക് ഇവരെ മുന്നോട്ട് കൊണ്ടുവരാൻ നല്ല കഷ്ടപ്പാടായിരിക്കും. ഹൈപ്പർ എങ്ങനെ ഒതുക്കിക്കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടമുണ്ട് ഹൈപ്പറിൻ്റെ രീതികളൊക്കെ. ആദ്യ സമയങ്ങളിലൊക്കെ ഒരു 3-3.5 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇവൻ്റെ ഹൈപ്പർ ആയിരിക്കുന്ന സമയത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, വാതിലുകളെല്ലാം അടച്ചു കഴിഞ്ഞാൽ, എല്ലാ വാതിലുകളും അടച്ചു കഴിഞ്ഞാൽ ഒരു റൂമിൽ ഒരു റൂമിൽ വാതിൽ അടച്ച് പൂട്ടിയിട്ട് ഇവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന ആ ഒരു ടൈമിലേക്ക് മാത്രം ആക്കി കൊണ്ടുവരുവനെ. കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ആ ഒരു റൂമിനുള്ളിൽ എത്തിയിട്ടാണ് ഇവൻ്റെ ഹൈപ്പർ കുറക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ 5 വയസ്സിലൊക്കെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങനെ സംസാരിച്ച് തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങുന്നത് വരെ ഇവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ തല കൊണ്ട് ചുമരിൽ കുത്തും. ഇവരുടെ കാര്യങ്ങൾ ചിലപ്പോൾ എന്താ പറയുക എടുത്ത് ചാടും, നമ്മളെ ഉപദ്രവിക്കും കാര്യങ്ങൾ മനസ്സിലാകാണ്ടാവുമ്പോൾ. അങ്ങനെയൊക്കെ ഒരു അവസ്ഥകളായിരിക്കും ഇവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ളത്. നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടാലും നിഹാലിനെ ഈ നിലയിലാക്കാൻ എനിക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ട്രെയിനിങ്ങിലൂടെ മാത്രമാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾ പിന്നെ ഹൈപ്പറുള്ള സമയത്ത് രാത്രി റൂമിൽ അടച്ചിട്ടിട്ട് എങ്ങനെ പഠിപ്പിക്കുക? അവനെ നമ്മൾ രാത്രി എല്ലാവരെയും പോലെ അല്ല ഇവരിങ്ങനെ പെട്ടെന്ന് ഓടും. ആരെയും കാണുമ്പോൾ ഒരു ആന എങ്ങനെ വരുന്നത് അതേപോലെയാണ്, ഒറ്റ ഉന്തും തള്ളലൊക്കെയാണ്. അപ്പൊ നമ്മുടെ എല്ലാ വാതിലും അടച്ചിട്ട് റൂമിൽ നമ്മൾ കടക്കാൻ പോകുന്ന വാതിൽ നമ്മൾ കുറ്റിയിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തോട്ട് ഓടാനും വേറൊരു വഴിയില്ല. അപ്പൊ ഇവർ ആ റൂമിൽ മാത്രം ഒതുങ്ങും. അപ്പൊ പിന്നെ നമ്മൾ ഒരു മുക്കിലോട് ചേർത്തിരിക്കുന്ന ഒരു ടേബിളോ എന്തെങ്കിലും സംഘടിപ്പിച്ചിട്ട് ഇവരെ ഒരു മുക്കിലോട് റൂമിന്റെ മുക്കിൽ ചേർത്തിരിക്കണം. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും, ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കും. പിന്നെ ഇവരെ അതിനോട് സെറ്റ് ആവും. ചിലപ്പോൾ 4-5 മാസമൊക്കെ ബുദ്ധിമുട്ടും ഇവരെ കൊണ്ട്. പക്ഷെ പിന്നീട് സെറ്റ് ആവും. പിന്നെ നമ്മൾ ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കണം. മുഖത്ത് നോക്കി സംസാരിച്ചാൽ മാത്രമേ ഇവർ സംസാരിക്കുള്ളൂ. അതൊക്കെ ഇതിൻ്റെ ഒരു അവസ്ഥയാണ്. നമ്മൾ ഇവരെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് അവസ്ഥകളും കാര്യങ്ങളും. പിന്നെ ആവുന്നത് ഇവരെ നമ്മൾ ഒക്കത്ത് തന്നെ ഇരുത്തിയിട്ട് നമ്മൾ പല്ല് തേക്കുമ്പോൾ അവരോട് ഒക്കത്ത് തന്നെ ഇരുത്തിയിട്ട് അവരോട് പല്ല് തേക്കാൻ അവരെയും ചെയ്യിപ്പിക്കുക. പിന്നെ കുളിക്കാൻ പോകുമ്പോഴാണെങ്കിൽ അവരെ ഒപ്പം കുളിക്കാൻ കൊണ്ടുപോകുക. അത് അവരുടെ വാപ്പന്മാരുണ്ടെങ്കിൽ അത് എത്രയും സൗകര്യം. ആൺകുട്ടികളാകുമ്പോൾ അങ്ങനെ, പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ തന്നെ ഒപ്പം കൊണ്ടുപോകുക. നമ്മൾ എന്ത് ചെയ്യുന്നു അതൊക്കെ അവരോടും ചെയ്യിപ്പിക്കുക. ഒരു മുക്കിലിരുത്തിയിട്ടാണ് ഞാൻ നിഹാലിനെ കൂടുതൽ സംസാരിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്. അത് പറഞ്ഞാൽ അവനെ ഒരു ഇതേമാതിരി മൂലയോട് ചേർത്തിട്ട് അവനെ ചാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി കോർണറിലുണ്ട് ലോക്ക് ചെയ്തുകൊണ്ട് നിർത്തും. എവിടെയും അവർക്ക് പിന്നെ ഓടിപ്പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പിന്നെ അവനെ നമ്മൾ ചട്ടം പഠിപ്പിച്ചെടുക്കുന്നത്. നമ്മൾ പറയുമ്പോൾ അവർ തിരിച്ചു പറയാൻ തുടങ്ങും. കാരണം ഓടാനൊരു സ്ഥലമില്ല. ആദ്യം കുറെ കരയും, പിന്നെ അവർ നമ്മളെ വേറ്റ് പറയാൻ തുടങ്ങും. നമ്മൾ അവരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് എന്റെ ഒരു ഭാഗമാണ് പറഞ്ഞ പിന്നെ അവരങ്ങനെ ഒതുങ്ങി തന്ന് ആ 1 മണിക്കൂർ വരെ നമ്മൾ മുതലാക്കും. ആദ്യം 5 മിനിറ്റ് 2 മിനിറ്റ് പിന്നെ ഹൈപ്പറൊക്കെ നല്ല ഉണ്ടാവും. ആദ്യം വീട്ടിന്റെ ഉള്ളിൽ തന്നെ സൈക്കിളിൽ ഓട്ടാൻ പഠിപ്പിച്ചു. അപ്പൊ നമ്മുടെ കുറച്ച് അറ്റൻഷൻ കിട്ടി സൈക്കിൾ വീട്ടിന്റെ ഉള്ളിൽ തന്നെ. പിന്നെ ആ സൈക്കിൾ പിന്നെ മെല്ലെ വീട്ടിന്റെ പുറത്തേക്ക് മാറ്റി. പിന്നെ ഞാൻ സൈക്കിൾ ഓട്ടാൻ പഠിച്ചു. അപ്പൊ സൈക്കിൾ ഓട്ടാൻ നമ്മളൊപ്പം പോകുമ്പോ അവനൊപ്പം പിന്നാലെ വരാൻ തുടങ്ങി.
പിന്നെ നമ്മൾ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി ആൾക്കാരുടെ മുഖത്ത് മുഖത്ത് അപ്പൊ അങ്ങനെ അപ്പുറത്തെ ആളുടെ നിഹാല ഇപ്പുറത്തെ ആളുടെ നിഹാല എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ഇവരെ പഠിപ്പിക്കുന്ന രീതിയിലൂടെ അവർ മുന്നോട്ട് വരും. സ്കൂളിലൊക്കെ സാധാരണ സ്കൂളിൽ പഠിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലപ്പോ നമ്മള് എന്താ പറയാ അന്നത്തെ ഇന്നൊന്നും അങ്ങനെയില്ല. അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ടീച്ചർമാരൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഒരു പുറത്ത് കിടന്ന സീനൊക്കെ നമ്മൾ കാണേണ്ടി വരും. പക്ഷെ ലക്ഷ്യം ഉണ്ടായിരിക്കണം, ഇവരെങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം. അതോടുകൂടി പഠിപ്പ് നിർത്താൻ പോവുക അതിലൊന്നും ഞാൻ നിന്നിട്ടില്ല. അവൻ എങ്ങനെയെങ്കിലും എൻ്റെ ഒരു മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ ഡിഗ്രി സെക്കൻഡ് ഇയറിനാണ് പഠിക്കുന്നത്. മലയാളം എഴുതാൻ അറിയും, വായിക്കാൻ അറിയും, കണക്കറിയും, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഇംഗ്ലീഷ് കാര്യങ്ങളെല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ സാധാരണ പോലെയാണ്. ഈ സ്കൂളിൽ തന്നെയാണ് എനിക്ക് എല്ലാ വിദ്യാഭ്യാസം അല്ല, സ്കൂളിൽ നമുക്ക് ഒന്നും കിട്ടില്ല. സ്കൂളിൽ നിന്ന് നമ്മള് എന്താ പറയാ അവർക്കൊരു ഭാരമാണ് ഇങ്ങനെയുള്ള കുട്ടികൾ. കാരണം അവരെ കണ്ടും കാര്യമില്ല. കാരണം നമ്മുടെ മക്കളെ മാത്രം നോക്കിയാൽ പോരല്ലോ. ഒരു ക്ലാസ്സിൽ 10-50 കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുള്ളതല്ലേ, 10-60 കുട്ടികളുള്ളതല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വീട്ടിൽ ഒരു ബോർഡ്, അതിന്റെ സെറ്റപ്പ്, മൈക്ക്, പിന്നെ എന്താ പറയാ ഒരു റൂമിന്റെ ഉള്ളിൽ മാക്സിമം റൂമിന്റെ ഉള്ളിലായിരിക്കണം. ഞാൻ പറയണെങ്കിൽ ഒരു രാത്രി 8-9 മണിക്ക് ശേഷം എല്ലാ വാതിലുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുറത്തു പോകാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അങ്ങനെയാണ് എന്റെ മനസ്സിൽ ഞാൻ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ ഒരു രീതിയിൽ ആ ഒരു സമയത്ത് ആ 12 മണി വരെയാണ് ഇവന് ഇന്നും ആ 12 മണി വരെയാണ് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള സമയം. കാരണം ആ ഒരു രീതിയിൽ ഞാൻ അവനെ കൊണ്ടുവന്നു. അപ്പൊ ആ ഒരു 10 മണി മുതൽ ഒരു 12-12:30 വരെയൊക്കെ ഞാൻ ഇവനെ പഠിപ്പിക്കും, എഴുതിക്കും, കഥ വായിപ്പിക്കും. ഇന്ന് അവൻ എല്ലാം സംസാരിക്കും, എല്ലാം പറയും, എല്ലാവിടെയും പോയിട്ട് വരും. ഇന്ന് മൊബൈൽ കൈകാര്യം ചെയ്യും, ബാങ്ക് കൈകാര്യം ചെയ്യും, എല്ലാം ചെയ്യും, ഗൂഗിൾ പേ വഴി എല്ലാം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. കടയിൽ പോകും, സാധനങ്ങൾ വേണ്ടി സ്കൂട്ടി ഓട്ടും, കാർ ലൈസൻസ് എടുക്കാനും കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ലൈസൻസ് എടുത്തിട്ടുണ്ട്. അവൻ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ പിന്നാലെ നടന്നിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവൻ ഇപ്പൊ സാധാരണ ഒരു മനുഷ്യനെ പോലെ സമാധാനമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കണം. നിഹാല് എന്തിനാ പഠിക്കണ പറഞ്ഞോടുക്ക്? ഞാൻ BA മലയാളം പഠിക്കുന്നു. വിക്ടോറിയയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ വിക്ടോറിയയിലേക്ക് അങ്ങനെ കോളേജിലൊക്കെ പോയി വരിക? ഞാൻ ചിലപ്പോൾ ബസ്സിന് പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്കൂട്ടറിൽ പോവും. സ്കൂട്ടറിൽ ചിലപ്പോൾ കാറിലൊക്കെ പോകും. അപ്പൊ നിഹാലിന് മൊത്തം കാർ ഓട്ടാൻ ഇത്തിരി ഇൻട്രസ്റ്റ് ആണ്, ഒരുപാട് ആശയാണ്, അതിലൊക്കെ നല്ലൊരു ഹോബി ആയിട്ട് എടുത്തിട്ട് എപ്പോഴും കാറ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാപ്പ. ശരിയാണ്, ശരിയാണ്. പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇഷ്ടമാണ് കാർ ഓട്ടല്. അപ്പൊ നിഹാല് എല്ലാവിടേക്കും പോകും കാറിൽ, പപ്പാനെ വിളിക്കാനൊക്കെ പോകും ഒറ്റയ്ക്ക്. ഡ്രൈവിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എല്ലാ കാറുകളും ഓട്ടണം, അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ്. അപ്പൊ വാപ്പ ഇപ്പൊ അങ്ങനെ ദുബായിലെ സൗദിയിൽ ഇല്ലേ, ഷാർജയിൽ UAE-ലാണ്. അപ്പൊ അങ്ങനെ വർഷത്തിൽ വരുമോ? ഞാൻ വർഷത്തിൽ വരും. നിഹാലാണ് എന്നെ വിളിക്കാൻ പറ്റില്ല. ഒരു വർഷത്തിൽ 2 മാസം ലീവ് ഉണ്ട്. 2 മാസത്തിൽ വരും. നിഹാല് വിളിക്കാൻ വരും, എയർപോർട്ടിൽ കൊണ്ടാക്കാൻ നിഹാലിനെ വരല്. അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റിയെടുത്തു നിഹാലിനെ. കാരണം ഇപ്പോൾ സാധാരണ ഇത്തരം മക്കളെ നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് റിസ്ക് എടുത്താലും ഇത്തരം കുട്ടികളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാന്നുള്ള ഒരു ഇതും കൂടി ലക്ഷ്യം കൂടി ഉണ്ട്. അതേമാതിരി നിഹാലിന്റെ വാപ്പാക്ക് 2 വർഷത്തിലൊരിക്കലേക്ക് മുമ്പ് ലീവ് കിട്ടുക. പക്ഷെ നിഹാലിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വർഷത്തിൽ 2-3 പ്രാവശ്യമൊക്കെ അവിടെ അറബികളുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവർക്ക് ഓരോരോ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഉമ്മാക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടാവും. പണത്തിന്റെ ആവശ്യമാണ്, മൂപ്പർക്ക് അവിടെ ഇരുന്നാലേ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ വർഷത്തിൽ 2 പ്രാവശ്യം വരും, ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ പല ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലും നിഹാൽ ആവശ്യപ്പെടുമ്പോഴും അവൻ്റെ ഉമ്മ ആവശ്യപ്പെടുമ്പോഴൊക്കെ വരും. ഇപ്പോഴും അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് തന്നെ വന്നിരിക്കുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓടിയെത്തും. മിക്കവാറും ഞാൻ വർഷത്തിൽ വരുന്നത് ഇവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടേ വരില്ല. ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, ഡോക്ടറെ കാണിക്കാനും, അങ്ങനെ ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് ഇവനെ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബാംഗ്ലൂർ, പിന്നെ മംഗലാപുരം, അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ ഹോസ്പിറ്റലിൽ മാറി മാറി ഇവനെ ചികിത്സിച്ചിട്ട് ഇത്രത്തോളം ആക്കിയെടുത്തു. ഇപ്പോൾ 21 വയസ്സായി. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഡിഗ്രി സെക്കൻഡ് ഇയറായി പഠിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറായി പോകുന്നുണ്ട്. ഓട്ടിസം കുട്ടികളുടെ രക്ഷിതാക്കളോടോ അതല്ലെങ്കിൽ പൊതു സമൂഹത്തിനോടോ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ ജീവിതം പോയി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഷ്ടപ്പെടണം. കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ അവനെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതിന് കുറേ കഷ്ടപ്പെട്ടൊരു ഉമ്മയാണ്. അവൻ ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഉമ്മമാരോടൊക്കെ എനിക്കതാ പറയാനുള്ളത്. ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. എന്തായാലും അതിനൊരു റിസൾട്ട് പടച്ചോൻ തരും. എനിക്കത് തന്നിട്ടുണ്ട്.
ഇപ്പോൾ ഓട്ടിസം ഉണ്ടായിരുന്ന കുട്ടികളിൽ ഇപ്പൊ നിഹാലൊക്കെ അത് മാറി വന്നാണ്. അപ്പൊ അവന്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വല്ല ചോദിക്കുന്നതുകൊണ്ട് നിഹാലിനോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അവൻ സാധാരണ പോലത്തെ ഒരു കുട്ടിയായില്ലേ, അവൻ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്ന കുട്ടിയാണ്. ഞാൻ അവനെ ഏതെല്ലാം രീതിയിൽ അതിജീവിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രതിസന്ധികൾ അവന്റെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് അവന് എന്ത് പറഞ്ഞാലും അതെല്ലാം അവൻ നേരിട്ട ഭാഗങ്ങളാണ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നമില്ല. അവൻ മറ്റുള്ളവരും കൂടി ഒരു പ്രചോദനമാണ്. അവർക്ക് അറിയാം അത് എങ്ങനെ, അവർക്ക് അറിയാം അവന് ആദ്യം ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കുട്ടിയായിരുന്നു. അവർക്കത് ബുദ്ധിയും കഴിവുണ്ട്. യാതൊരു പ്രശ്നമില്ല. സാധാരണ പോലെ സമൂഹത്തിൽ പറഞ്ഞപ്പോ നമ്മളാണെങ്കിലും സാധാരണ ആളുകളൊക്കെ ജീവിക്കുമ്പോ പലവിന്റെ അപമാനങ്ങളും പല പ്രശ്നങ്ങളും കേൾക്കേണ്ടി വരും. അതുമാതിരി തന്നെയാണ് അവര് സാധാരണ കുട്ടിയായി. അപ്പൊ അവർക്ക് പിന്നെ ഈ പഴയ പ്രശ്നങ്ങളൊന്നും അവർക്ക് പ്രശ്നമില്ല. എന്ത് വന്നാലും അവര് അതിജീവിക്കാൻ അവർക്ക് കഴിയും. നമ്മൾക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും? ഒരാൾ നമ്മളെ മോശമാക്കി പറഞ്ഞാൽ നമ്മൾ അതിജീവിക്കില്ലേ? അതുമാതിരി അവർക്ക് അതിജീവിക്കേണ്ട പ്രാപ്തരായവരാണ് അവര്. ഇനി അവർക്കൊന്നും പേടിക്കാനില്ല. ഇത്തരം ഈ പിന്നെ ഓട്ടിസുള്ള മാതാപിതാക്കൾ ഒരുപാടുണ്ടാവും. അവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഓട്ടിസം കുട്ടികൾ എല്ലാ കുട്ടികളും ഒരേമാതിരി. ഇപ്പൊ നിഹാല് നല്ല നിലയ്ക്ക് വന്നു പറഞ്ഞിട്ട് എല്ലാവരും ഒരേമാതിരിയല്ല. 1000 കുട്ടികളുണ്ടെങ്കിൽ 1000 തരമായിരിക്കും, വ്യത്യസ്തങ്ങളായിരിക്കും. 100 കുട്ടികളുണ്ടെങ്കിൽ 100 തരമായിരിക്കും. 100 വ്യത്യസ്തമായ കഴിവുകൾ അവർക്ക് ഉണ്ടാവും. ഇവരിൽ എന്താണോ കഴിവ് ആ കഴിവിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ചിലപ്പോൾ പാട്ട് പാടാൻ കഴിവായിരിക്കും, ചിലപ്പോൾ നീന്താൻ കഴിവായിരിക്കും, ഓടാൻ കഴിവായിരിക്കും, ചിലപ്പോൾ പഠിക്കാൻ കഴിവായിരിക്കും, ചിലപ്പോൾ ഒരുപാട് ബുദ്ധിയുള്ളവരുണ്ടാവും. അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരിനെ വളച്ചൊടിച്ച് കൊണ്ടുവരാൻ പറ്റില്ല. ഇവരിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവ് എന്താണോ നമ്മൾ രക്ഷിതാക്കൾ ആദ്യം കണ്ടെത്തുക, എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയാകുമ്പോ എല്ലാ കുട്ടികൾക്കും രക്ഷപ്പെടാൻ കഴിയും. നിഹാലിന്റെ കഴിവ് ഡ്രൈവിങ്ങിലൂടെയാണെന്ന് എനിക്ക് 12 വയസ്സിലാണ് മനസ്സിലായത്. അപ്പൊ ഞാൻ ആ കഴിവ് മുന്നോട്ട് കൊണ്ടുവന്ന് ഇന്ന് അവനെ എവിടെയും പോയിട്ട് വരാം. ഏത് രാജ്യത്ത് വേണമെങ്കിലും അവനെ ഡ്രൈവിങ്ങിലൂടെ കൊണ്ടുവരാൻ പറ്റും. ഈ പണ്ടത്തെ മാതിരിയല്ല ഇന്നത്തെ വിദ്യാഭ്യാസ രീതി. ഇന്നത്തെ ഓട്ടിസം കുട്ടികളിനെ രക്ഷിതാക്കൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ട്രെയിനിങ്ങുകളും പരിശീലനം കൊടുക്കുന്ന ഗ്രൂപ്പുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപ്രകാരമൊക്കെ ചെയ്ത് പിന്നെ അവരുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഓട്ടിസം കുട്ടികളുടെ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾ ധൈര്യത്തിൽ ഇറങ്ങി പിന്നെ ആകുന്നത്ര പരിശ്രമിച്ച് ഭിന്നമായി മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിന് മാതൃകയായ രക്ഷിതാക്കളാണ് ഇവര്. ഉത്തമ മാതൃകയായ രക്ഷിതാക്കളാണ്. നമുക്ക് നേരിട്ട് കാണിച്ചു തരാൻ പറ്റുന്നവരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു വിശ്വാസത്തോടെ നടക്കുക. പിന്നെ സാധാരണ ജനങ്ങള് ഇങ്ങനത്തെ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആവശ്യമുള്ള സപ്പോർട്ടൊക്കെ അവർക്ക് ചെയ്ത് അവരെ കളിയാക്കാതെ മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുക. നിഹാലിന് കോളേജിലെ കുട്ടികളും അവിടുത്തെ പ്രൊഫസർമാരും ഇവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടാകും. കുട്ടികളൊക്കെ നല്ല സപ്പോർട്ടാണ്. നിന്നെ കളിയാക്കുക എന്തെങ്കിലും ചെയ്യോ? ഇല്ല, നല്ല സപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള വിക്ടോറിയ കോളേജിൽ നിറയെ കുട്ടികൾ പല തരത്തിൽ ഇതേമാതിരി ഓട്ടിസം ഉള്ളവരും അല്ലാത്ത തരത്തിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ ഇന്നത്തെ കുട്ടികളെ നന്നായി ചേർത്തി പിടിക്കുന്ന അവിടുത്തെ അധ്യാപകരും അങ്ങനെയാണ്, അവിടുത്തെ വിദ്യാർത്ഥികളും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക.